പാട്ട് ഹാളിൽ പാട്ട് നടത്താൻ, കച്ചേരി നടത്താൻ സൗകര്യം കൊടുത്തു. ആർക്ക്? ഖാജ മൊഹീനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു പാട്ട് കച്ചേരി നടത്താൻ സൗകര്യം കൊടുത്തിട്ട് ഓതലാളം ദർസ് ഹാളിലേക്ക് പോയി ദർസ് നടത്തി. രണ്ട് ത്വരീഖ, ഒന്ന് ചിശ്തി ത്വരീഖ, ഒന്ന് ഖാദിരി ത്വരീഖ. ചിശ്തി ത്വരീഖ് വജ്ദ് സമാഅ, ആനന്ദിച്ചിട്ട് അള്ളാഹനെ മനസ്സിലാക്കുക. അങ്ങനെയാ. ഖാദിരി ത്വരീഖത്തെ ഇൽമാണ്, ഭയങ്കര പ്രവാഹമായ ഇൽമാണ്. അപ്പൊ രണ്ട് ത്വരീഖായതോടെ ഇവിടെ പാട്ട് കച്ചേരി തുടങ്ങുന്നതോടുകൂടെ ഓതലാളം നേരെ ദർസ് ഹാളിലേക്ക് പോയി. ദർസ് നടത്തിക്കൊണ്ടിരുന്നതിനിടയിൽ പെട്ടെന്ന് എണീറ്റിട്ട് ഒരു ഇരുമ്പിന്റെ കുണ്ടം ഓടിയെടുത്തിട്ട് പെട്ടെന്ന് കുത്തിപ്പിടിച്ച് നിന്നു. പേടിച്ചോയി ആളുകൾ മുഴുവനും. ആർക്കും അന്ന് ഭാവമാറ്റം പോലും ബേജാറായി പോയി. പിറ്റേന്ന് സുബഹി കഴിഞ്ഞപ്പോൾ ഹാജിയോട് ഹൗസുലാദമനോട് ആളുകൾ ചോദിച്ചു, എന്താ ഇന്നലെ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, മൊയ്നുദ്ദീൻ ഇഷ്കിൽ ലയിച്ചിട്ട്, അള്ളാഹുവിന്റെ ഇഷ്കിൽ അങ്ങോട്ട് ലയിച്ചിട്ട് ആ ലയം കൊണ്ട് ബഗ്ദാദ് അട്ടിമറിയുമോ എന്ന് ഞാൻ പേടിച്ചുപോയി, അതുകൊണ്ടാണ് ഞാൻ കുന്തൻ കുത്തിപ്പിടിച്ചത് എന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത ഒരാളാണ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു. അതെനിക്ക് ഓരോ ദിവസം ഇതിലേക്ക് ഞാൻ ഏർപ്പെട്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെടുകയായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ആളെ കാണുന്നില്ല ചരിത്രത്തിൽ, അത്രയും വലിയ ആളാണ്. പല ആളുകളെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്തോ ഖാജ എവിടെയോ ആണ്. ഖാജ നമ്മുടെയൊക്കെ ചിന്തക്ക് അതീതമായ ഒരു സ്ഥാനത്താണ്. മഹാനായ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു ഭയങ്കര ഒരു സ്ഥാനത്താണ്. അതൊക്കെ ഒരു മനുഷ്യന് കഴിയുമോന്നും ചിലപ്പോഴൊക്കെ ആലോചിച്ചു പോയി. അത്രയും വലിയ ആളാണ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു. വലിയ ആളാണ്. വലിയ ആള് എന്നൊക്കെ നമ്മൾ പരസ്പരം പറയുന്ന ഒരു തലമുണ്ടല്ലോ, അതിൻ്റെയൊക്കെ അപ്പുറമുള്ള ഒരാളാണ്, വലിയ ആളാണ്. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി. നമ്മൾ ഈ ദിവസം ഈ കിതാബ് ഓടുന്നതും വായിക്കുന്നതും ചരിത്രമൊക്കെ വായിക്കുന്ന ഒരാളാണല്ലോ, എന്നിട്ട് ഇന്നെങ്ങനെ ഇതെന്താ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എന്തോ സംഭവിച്ചതുപോലെ തന്നെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഇങ്ങനെ ഒരു ചരിത്രം വായിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച് വായിച്ച ഏറ്റവും കൂടുതൽ സങ്കീർണവും ഗൗരവമായ വിഷയം ഖാജയുടെ ചരിത്രമായിരിക്കും എന്ന് ഇപ്പോൾ നിങ്ങളെ മുന്നിൽ തുറന്നു പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു ആ മഹാനെ പിന്തുടരാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വലിയ ആളാണ് എന്ന് പറഞ്ഞാല് ഹുസലാൽ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു ഖാജ കയറി ചെന്നപ്പോൾ പാട്ട് കച്ചേരി നടത്തിയെന്നാണ്. ഖാജ പാട്ടിന്റെ ആളാണ്, ഹുസലാൽ ഇൽമിന്റെ ആളാണ്. വലിയ കവിത ഇഷ്ടപ്പെട്ട ആളല്ലേ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 200 പാട്ടുകാരെ റസൂലുള്ളാഹ്. നിങ്ങളെവിടെ മാപ്പിളാരെ? എന്ത് നിങ്ങൾക്കൊക്കെ പറ്റിപ്പോയിട്ട് പാട്ട്? ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ വേണം. ഇഷ്കിന്റെ കവിതകൾ മതിമറന്നു മനുഷ്യൻ. ഇഷ്കിന്റെ കവിത കേട്ടിട്ട് മതിമറന്നു. എനിക്ക് അജ്മീർ എന്ന് കേട്ടാൽ കൂടിയുള്ള വലിയ കാര്യം തന്നെ, ഭയങ്കര കവാലി ഇങ്ങനെ കേൾക്കും. ഇഷ്കിന്റെ കവിതകൾ ഭയങ്കര ലയിച്ചു. നമ്മൾ ഭയങ്കര നമ്മളെന്ന് പറഞ്ഞു. എന്താണ് ഇഷ്കിന്റെ കവിതകൾ? നമ്മൾ റസൂലുള്ളാഹിന്റെ മുന്നിലാണെന്ന് തോന്നിപ്പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഖാജയുടെ കാലത്ത് ജീവിക്കണം തോന്നിപ്പോകും. ഭയങ്കര. ഖുർആൻ എന്ന് പറഞ്ഞത് ആശയത്തിലും അതിന്റെ ഗഹനതയിലും സംഗീതത്തിനപ്പുറത്തല്ലേ. സംഗീതം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ ആരോഹണവും അവരോഹണവും. അത് കവിതയിലെത്തുമ്പോൾ അത് കവിത മധുരവും അതിലും ആശയസമ്പുഷ്ടവും. അതിനപ്പുറത്താണ് വിശുദ്ധ ഖുർആൻ. എന്താണത്? കേറ്റ് സ്റ്റീവൻസിന് ഖുർആൻ കേട്ടപ്പോൾ അയാളുടെ രോഗമായി എന്നല്ലേ പറഞ്ഞത്? ചരിത്രമല്ലേ അത്? ഖുർആൻ കേട്ടപ്പോൾ മധുരമായ ഖുർആനോട് കേട്ടു. ഒരു സുഡാനി ബാലൻ വന്നിട്ട് അദ്ദേഹത്തിന് ആശുപത്രിയിൽ വന്നിട്ട് ഖുർആൻ ഓടി. അദ്ദേഹം അങ്ങോട്ട് മാറി. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന സൂറത്തുർ റഹ്മാൻ ഓടിയപ്പോൾ മാറിയ മനുഷ്യൻ. ആ കേറ്റ് സ്റ്റീവൻസിന്റെ ഇന്നത്തെ പേര് യൂസുഫ് ഇസ്ലാം എന്നാണ്. മധുര മനോഹരമായ ശബ്ദമാണ് ഇതിന് കാരണം. വെറുതെ ചിന്തിക്കരുത്. മധുര മനോഹരമായ ശബ്ദത്തിനപ്പുറം ഒന്നുമല്ലാതെ. എന്തുകൊണ്ട്? അതിന്റെ ആശയം അറിയാൻ അന്ന് ഈ കേറ്റ് സ്റ്റീവൻസിന് കഴിവില്ല. മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? നല്ലോണം കുറച്ച് ചിന്തിക്കണം. നമ്മൾ നല്ല ഖുത്ബ ഓതുന്നത് കേട്ട കരഞ്ഞു. അതിന്റെ ഉള്ളിലും അറബി തന്നെ ആയിരിക്കും, അറബി മതിരാനും. പക്ഷെ അതിന്റെ ആ മധുരമായ ശൈലി കൊണ്ട് കരഞ്ഞു. അതിന്റെ ഉള്ളിൽ നമ്മൾ അറിയൂല എന്താണ് പറഞ്ഞത്, പക്ഷെ അറിയും. ഹറമിൽ നിന്ന് ഖുർആൻ ഓടുന്നത് കേട്ടിട്ട് തറാവീഹ് നിസ്കരിച്ച് എന്റെ കൂടെ നിസ്കരിച്ച ഒരാൾ ഒരു പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് പറഞ്ഞു. ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് അദ്ദേഹം ഹറമിൽ തറാവീഹിന് പോയി. തറാവീഹ് ഹറമിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കവേ കൂടെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്, കള്ളിത്തുണി എടുത്ത മനുഷ്യൻ ഓത്ത് കേട്ടിട്ട് കരയാൻ തുടങ്ങി. ഒരു മനുഷ്യൻ കരയാൻ തന്നെ. നാടനാണ്, ഒന്നും അറിയാത്തൊരു പാവം എന്ന് തോന്നും കണ്ടാൽ. പക്ഷെ ഓത്ത് കേട്ട് തുടക്കം മുതൽ കരഞ്ഞുപോയി. തറാവീഹിന്റെ അവസാന റക്അത്തിൽ അയാൾ വീണു, അയാൾ മരിച്ചു. ഈ സഹോദരൻ എന്നോട്, ഈ കോഴിക്കോട് ജില്ലക്കാരനായ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഞാൻ കുടിച്ചുപോയി ഉസ്താദെ, ആ മരിച്ചാൽ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ശബ്ദമാണ് അവിടെ സ്വാധീനിക്കുന്നത്. ജർമ്മൻ എയർവേസിന്റെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ലണ്ടനിൽ നിന്ന് കയറി അമേരിക്കയിലേക്ക് പോകുക.
അപ്പോൾ അവര് താടിയോട് കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങളെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ഫ്രാങ്ക്ഫർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ഒന്നിരിക്കൽ ഞങ്ങൾ ഇറങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ വാഷ് ബേസിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ താടി പിടിക്കുക, അല്ലാതെ ഫ്ലൈറ്റിൽ നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ല, നിങ്ങൾ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞു. അറിയാവർക്ക് തീവ്രവാദിയല്ല ആര്, കാരണം ലോകം അറിയുന്ന ആളല്ലേ കേറ്റ് സ്റ്റീവൻസ് തീവ്രവാദി അല്ലാന്ന് ആർക്കും അറിയാത്തത്. പക്ഷെ നിങ്ങളെ ഈ താടിയോട് കൂടെ ഞങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല, ഞങ്ങൾക്ക് പേടിയാണ് എന്ന് എയർ ഹോസ്റ്റസ്മാർ പറഞ്ഞു. ഒന്നിരിക്കൽ നിങ്ങൾ വാഷ് ബേസിന്റെ അടുത്ത് ഒരു താടി പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങണം, അമേരിക്കയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ജർമ്മൻ എയർവേസിന്റെ ആളുകൾ പറഞ്ഞു. ഓക്കെ, ഞാൻ ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങാം, പക്ഷെ താടി പഠിക്കില്ല, ഞാൻ എന്റെ ഹബീബിന്റെ സുന്നത്ത് ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ മാപ്പിളരെ നമ്മള്? ഞാൻ എന്റെ ഹബീബിന്റെ സുന്നത്ത് ഉപേക്ഷിക്കില്ല. ആര് ഇത്ര താടി നെഞ്ചു മുഴുവൻ നിറഞ്ഞു കിടക്കണ യൂസുഫ് ഇസ്ലാം, ആ മനുഷ്യൻ 10-15 കൊല്ലം മുമ്പ് വരെ തികഞ്ഞ ജൂതന. ഹാളിൽ പാട്ട് നടത്താൻ, കച്ചേരി നടത്താൻ സൗകര്യം കൊടുത്തു. ആർക്ക്? ഖാജ മൊഹീനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു പാട്ട് കച്ചേരി നടത്താൻ സൗകര്യം കൊടുത്തിട്ട് ഓതലാളം ദർസ് ഹാളിലേക്ക് പോയി ദർസ് നടത്തി. രണ്ട് ത്വരീഖ, ഒന്ന് ചിശ്തി ത്വരീഖ, ഒന്ന് ഖാദിരി ത്വരീഖ. ചിശ്തി ത്വരീഖ് വജ്ദ് സമാഅ, ആനന്ദിച്ചിട്ട് അള്ളാഹനെ മനസ്സിലാക്കുക, അങ്ങനെയാ. ഖാദിരി ത്വരീഖത്തെ ഇൽമാണ്, ഭയങ്കര പ്രവാഹമായ ഇൽമ. അവർ രണ്ട് ത്വരീഖായതുകൊണ്ട് ഇവിടെ പാട്ട് കച്ചേരി തുടങ്ങുന്നതോടുകൂടെ മുസ്ലാം നേരെ ദർസ് ഹാളിലേക്ക് പോയി. ദർസ് നടത്തിക്കൊണ്ടിരുന്നതിനിടയിൽ പെട്ടെന്ന് എണീറ്റിട്ട് ഒരു ഇരുമ്പിന്റെ കുണ്ടം ഓടിയെടുത്തിട്ട് പെട്ടെന്ന് കുത്തിപ്പിടിച്ചു നിന്നു. പേടിച്ചോയി ആളുകൾ മുഴുവനും. ആർക്കും അന്ന് ഭാവമാറ്റം പോലും ബേജാറായി പോയി. പിറ്റേന്ന് സുബഹ് കഴിഞ്ഞപ്പോൾ ഹാജിയോട് ഹുസലാമനോട് ആളുകൾ ചോദിച്ചു, എന്താ ഇന്നലെ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, മൊയ്നുദ്ദീൻ ഇഷ്കിൽ ലയിച്ചിട്ട്, അള്ളാഹുവിന്റെ ഇഷ്കിൽ അങ്ങോട്ട് ലയിച്ചിട്ട് ആ ലയം കൊണ്ട് ബഗ്ദാദ് അട്ടിമറിയുമോ എന്ന് ഞാൻ പേടിച്ചുപോയി, അതുകൊണ്ടാണ് ഞാൻ കുന്തൻ കുത്തിപ്പിടിച്ചത് എന്ന് പറഞ്ഞു. ഒരൊറ്റ തവണ ഒരു മനുഷ്യൻ ഈമാനോടുകൂടെ റസൂലുള്ളാഹിനെ കണ്ടാൽ അപ്പ മനുഷ്യനാണ് നന്നായി. അത് എന്താ? അത് പഠിപ്പാ, അതിന്റെ പഠിപ്പ. അതൊരൊറ്റ കാണല, അതൊരു കാണല കഴിഞ്ഞു. ഒരു സെക്കൻഡിൽ ഒരാള് ഒരാള് ഹബീബ് റസൂലുള്ളാഹിന്റെ അടുത്ത് സെക്കൻഡ് ഈമാനോട് കൂടെ ഇങ്ങനെ നോക്കി നിന്നാൽ മതി. ആ മനുഷ്യൻ മുഅ്മിനായി ആദിലായി, അവനെ തെറ്റിയില്ല, നീതിമാൻ, നീതിക്കെതിരെയില്ല. എന്റെ സ്വഹാബികൾ മുഴുവനും നീതിമാന്മാരാണെന്ന് ഹബീബായ നബി ഇതെന്റെ പഠിപ്പ. അത് അനുഭവമാണ്, അത് ഭയങ്കര. ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ താഴ്ന്നു പോയി എന്നുള്ളതും, സത്യത്തിൽ വിജ്ഞാനത്തെ പ്രൗഢമാക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ വിജ്ഞാനത്തിന് കയ്യും കാലും നഷ്ടപ്പെട്ടതാണ് ഗ്രന്ഥങ്ങളിൽ ഒതുങ്ങിയപ്പോൾ ഉണ്ടായിപ്പോയത്. വിജ്ഞാനം ഗ്രന്ഥങ്ങളിൽ ഒടുക്കല്ല മുഹമ്മദ് നബി ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിജ്ഞാന അനുഭവമാണ്. അതിങ്ങനെയാണ്. 42 കൊല്ലം ഒരു മനുഷ്യന്റെ കൂടെ നടക്കുകയാണ് ഈ മനുഷ്യൻ. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. വിജ്ഞാന അനുഭവം, വിജ്ഞാന പുസ്തകമല്ല. പുസ്തകം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ അനുഭവത്തിനെ ഒന്നുകൂടി തസ്സീഹ് ചെയ്യാൻ വേണ്ടിയുള്ള ഓർമ്മയാണ് പുസ്തകം. അങ്ങനെ ആയതുകൊണ്ടല്ലേ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുസ്തകം കൊടുക്കാതെ ആയത്. ഹബീബാ നബി വഫാത്താകുമ്പോൾ മദീന പള്ളിയിൽ ഒരു മുസാഹഫില്ല. പിന്നെ മുസാഹഫ് എവിടെയിരുന്നു? ഫീ ഖുലൂബിർ റിജാലി വൻ നിസാഇ, മനുഷ്യ ഹൃദയങ്ങളിലാണ്. അവർ ജീവിക്കുന്ന ഖുർആനുകളാ. കൈഫക്കാന ഖുലുഖു റസൂലില്ല എന്ന ചോദ്യത്തിന്റെ മറുപടി കാന ഖുലുഖുൽ ഖുർആൻ. ഹബീബിന്റെ സ്വഭാവമാണ് ഖുർആൻ. അതന്നെ അവർ ജീവിക്കുന്ന ഖുർആനുകൾ. ആ അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. പക്ഷെ അങ്ങനെ മടങ്ങി പോകൂല. മടങ്ങിപ്പോകാൻ നമുക്ക് ഒരുപാട് വൈതരണികൾ വന്ന് വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ലേശം ഒന്ന് ഉയർന്ന് ചിന്തിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈമാന്റെ ഒരു തട്ടിന്റെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ മുകളിലേക്ക് കയറണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് ഉറപ്പ്. ഒന്നാമത്തെ കാര്യം മുജാലസാത്തുൽ സ്വാലിഹീൻ തന്നെയാണ്. അതൊരു ഒരു അണലാണ്. അങ്ങനെ തന്നെയാണ്. അന്ത്രോത്ത് ദ്വീപിൽ നിന്ന് ഒരാൾ വന്ന കഥ ഒരിക്കൽ കണ്ണിയത്തിന്റെ ഖാദിം എന്നോട് പറഞ്ഞു, റഹ്മഹുല്ലാഹ്. കണ്ണിയത്തിന്റെ ഖാദിം റഹ്മഹുല്ലാഹ് എന്നോട് പറഞ്ഞു, അന്ത്രോത്ത് ദ്വീപിൽ നിന്ന് ഒരാൾ വന്നു. എന്തിന്? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ കണ്ണിന്റെ നേരെ നിന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ വേണ്ടി. ഇന്നത്തെ നമ്മുടെ വ്യാഖ്യാനങ്ങളിൽ ഒരു പൊട്ടത്തരം എന്നാണ് എന്ന് പറയാറുള്ളത്. പക്ഷേ ഇതാണ് സത്യത്തിൽ ദീന്. അത് അതാണ്. ഇത് പ്രഭയുടെ സ്വാംശീകരണം. ആ പ്രഭയിൽ അങ്ങോട്ട് കയറി പോകും. ഒക്കെ നമ്മൾ ഒരൊറ്റ സെക്കൻഡിലെ പിടുത്തം കൊണ്ട് എല്ലാം കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്ന് പറയുന്ന വിഷയങ്ങൾ 2 കലക്കാണ്. ഒന്ന്, വളരെ വിശ്വാസമുള്ളവർ മാത്രമേ ഈ വിഷയം കേൾക്കാവൂ എന്നും ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാസറ്റിന്റെ ചില ഭാഗങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എന്ന്
മറ്റു പല ആളുകളോടും വളരെ താഴ്മയോടുകൂടെ പറയുക. ഓരോരുത്തരും പറയുന്നതിന്റെ അക്ഷരവും സെന്റൻസും എടുത്തിട്ട് ഇങ്ങനെ ക്ലിപ്പിംഗ്സ് ആക്കി വിടുക എന്ന് പറഞ്ഞാൽ ഇത് ഈ ലോകത്തെ ഏറ്റവും വൃത്തികേടാണ്, ഭയങ്കര വൃത്തികേടാണ്. ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദർഭത്തിൽ നിന്ന് എടുത്തു മാറ്റി ലാ ഇലാഹ എന്ന് മാത്രം പറഞ്ഞാൽ നിരീശ്വരവാദല്ലേ അത്? ലാ ഇലാഹ സന്ദർഭത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കോളും. ലാ ഇലാഹ ഒരു പടച്ചവനുമില്ല, ഒരു ദൈവമില്ല, നിരീശ്വരവാദല്ലേ അത്? ഇത് എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നത്. എടാ, എത്ര ആൾക്ക് രോഗമുണ്ട്, നമ്മളതൊന്നും ഇവിടെ പറഞ്ഞില്ല. അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർക്ക് രോഗമുണ്ട് എന്ന് നമ്മളിവിടെ പറഞ്ഞു. എത്ര ദിവസം പറഞ്ഞു? ഈ പരിപാടി നടന്നിട്ട് പലതവണ ആ മനുഷ്യനോട് നമ്മൾ ദുആ ചെയ്യും, അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ. എന്ത് അതിനൊരു കാരണമുണ്ട്. ജീവിക്കുന്ന ദീനാണ്. അപ്പൊ നമുക്ക് പേടിയാണ്. 1000 പുസ്തകം കിതാബ് ഓതുന്നതിനേക്കാൾ നല്ലത് ആ മനുഷ്യന്റെ ഒരു 10 ദിവസം നടന്നു പോല ദീൻ പഠിച്ച്. 1000 കിതാബ് ഓതുന്നതിനേക്കാൾ നല്ലത് ഒരു 10 ദിവസം ആ മനുഷ്യന്റെ കൂടെ ഒന്നാണ് നടക്കുക. ഇതന്നെ അതാണ് ദീന് എന്ന് പറയാം. അതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറഞ്ഞു. 20 റക്അത്താണോ 11 എന്ന് പറഞ്ഞിട്ട് നമ്മൾ തർക്കിക്കും. എന്നാൽ ഈ 2 കൂട്ടർ പള്ളിയിൽ തറാവിന് പോകുന്നില്ല എന്നുള്ളതാണ് വലിയ ഗൗരവമുള്ള വിഷയം. 11 നിസ്കരിച്ചാൽ അൽഹംദുലില്ലാഹ് അതുമില്ല. തറാവി ആയോ ഇല്ല എന്നുള്ളതല്ല എന്റെ വിഷയം. തറാവി ആയോ ഇല്ല എന്നുള്ളതല്ല, അതുമില്ല. അങ്ങോട്ട് തർക്കിച്ചാണ് കളയും, നേരെ കളയും. 2നാണെങ്കിലും ഈ 2 കൂട്ടരും. അതുകൊണ്ട് ഹാജക്ക് വേണ്ടി അക്ബർ ചക്രവർത്തി ഡൽഹി മുതൽ അജ്മീർ വരെ നഗ്നപാതനായി നടന്നു എന്ന ചരിത്രം. സലീം റഹ്മത്തുള്ളാഹി അലൈഹിയോട് അക്ബർ ചെന്നിട്ട് വേദന പറഞ്ഞു, കുട്ടികളുണ്ടായാൽ കുട്ടി ഉടനെ മരിക്കും, എനിക്ക് കുട്ടി ഉണ്ടായാൽ കുട്ടി ഉടനെ മരിക്കും. അതുകൊണ്ട് എനിക്ക് എന്റെ ഭാര്യ ഒരു ഗർഭം പിടിക്കണം, കുട്ടി മരിച്ചു പോകരുത്, എനിക്കൊരു അനന്തരാവകാശമാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങളാണ് സുൽത്താൻ എന്നാ നിങ്ങൾ വിചാരിച്ച്, നിങ്ങളല്ല സുൽത്താൻ, അജ്മീറിലാണ് ഇന്ത്യയുടെ സുൽത്താൻ, അവിടെ പോയി സിയാറത്ത് ചെയ്യൂ എന്ന് സലീം ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞു. അക്ബർ ചക്രവർത്തി നഗ്നപാതനായി ഡൽഹി മുതൽ അജ്മീർ വരെ നടന്നു. പിറ്റേ വർഷം ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അതാണ് സലീം രാജകുമാരൻ ജഹാംഗീർ ചക്രവർത്തി. പിന്നെ ജഹാംഗീറോട് കൂടെ വന്നു ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. കിലോമീറ്ററുകൾക്ക് മുമ്പ് ചെരിപ്പഴിച്ച് കൈ പിടിച്ചിരുന്ന രാജാവ് സ്വന്തം ചെരിപ്പഴിച്ചിട്ട് കൈ പിടിക്കും. ആര്? ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. ആരായിരിക്കും രാജ? പിന്നെ തിരിയേണ്ടവർ തിരിയുള്ളൂ, അല്ലാതെ ആരായിരിക്കും രാജ? ഔറംഗസീബ് ആരാ? ഡൽഹി സൽത്തനത്തിന്റെ ഛത്രാധിപതിയല്ലേ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. രാജാവ് സ്വന്തം ചെരിപ്പഴിച്ചിട്ട് കൈ പിടിച്ചിട്ട് കിലോമീറ്ററുകൾ നടക്കുക. ആരായിരിക്കും ഹാജ? നിങ്ങൾ ചിന്തിക്കുക. ഇന്ത്യയിലെ മുസ്ലിമന്റെ മനപ്പൊരുത്തവും വിശ്വാസ ദാർഢ്യവും കണ്ടപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ജോർജിന് ബ്രിട്ടീഷ് രാജാവിന് കത്തെഴുതി ഇന്ത്യയിൽ ഭരണം നടത്തുന്നത് ഇവിടെ ഉള്ള ഒരു ഖബറാണ്. ആ ഖബറിന്റെ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും തമ്മിൽ തെറ്റിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് കത്തെഴുതി. അപ്പോൾ ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ ആരായിരിക്കും? അതാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു. ഭയങ്കര നമ്മൾ പഠിക്കേണ്ടിയിരുന്നു, പക്ഷെ നമ്മൾ പഠിച്ചില്ല. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞാൻ ചരിത്രമായതുകൊണ്ട് അതിന്റെ ഒരു ഓർഡറിൽ ഞാൻ അങ്ങനെ ആ വിഷയം കൂടെ ഓടിച്ച് പറയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങൾക്ക് പാഠാവണം. ഇതിന്മേൽ ഒരു പഠനം നടത്താൻ എല്ലാവരും തയ്യാറാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സാദിഖീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുത്തഖീങ്ങളുടെ സാദിഖീങ്ങളുടെ കൂടെ നിൽക്കുക. നിങ്ങൾ അറിയുന്നില്ലേ, ഒരു മനുഷ്യന് നടക്കുകയാണ്. എവിടുന്നാ നടന്നതെന്ന് ചോദിച്ചാല് സീനായി മരുഭൂമിന്നത്. എവിടെ വരെ നടന്നു? ഒരു മനുഷ്യനെ കിട്ടാൻ വേണ്ടിയിട്ട് തൊഞ്ച വരെ. എത്രായിരം കിലോമീറ്റർ ആണ് സീനായി മരുഭൂമിന്ന് തൊഞ്ചയിലേക്ക്. ആ തൊഞ്ചയാണ് ഏത്? മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്നത്. അതായത് മെഡിറ്ററേനിയൻ കടലിന്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും സംഗമ ഭൂമിയാണ് തൊഞ്ച. തൊഞ്ചയിൽ വെച്ചാ കണ്ടുമുട്ടിയത് ആരെ? മൂസ നബി ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ. ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് BC 1600 നടക്കുന്നത്. നമ്മുടെ 3600 കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ നടക്കുക സീനായി മരുഭൂമിയിൽ. ആരാണ് മനുഷ്യൻ? സയ്യിദുനാ മൂസ. സാലിസുൽ ബശരി ശറഫൻ വഫളാ. മാനവ കുലം കണ്ടതിൽ 3ാമത്തെ മഹാനാണ് മൂസ നബി അലൈഹിസ്സലാം. എങ്ങനെയുണ്ട്? മാനവ കുലം കണ്ടതിൽ 3ാമത്തെ മഹാനാണ് സയ്യിദുനാ മൂസ. ഉറക്കപ്പറ സയ്യിദുനാ മൂസ. മൂസ നബി നടക്കും. ആയിരക്കണക്കിന്. നിങ്ങൾ അറ്റ്ലസ് എടുത്ത് നോക്കൂ, എത്രയാണ് ദൂരം. മനസ്സിലായില്ലേ? സീനായി മരുഭൂമിയിൽ നടക്കുക.
അതിനിടയിൽ എന്തൊക്കെ കിടക്കണം? സീനായ് മരുഭൂമി കഴിഞ്ഞിട്ട്, സീനായ് ഫലസ്തീൻ മുഴുവനും കടന്നിട്ട്, ഇസ്രായേൽ കടന്നിട്ട്, പിന്നെ ലെബനാൻ കടന്നിട്ട്, ലിബിയ കടന്നിട്ട്, സുഡാന് സഹറാവ് കഴിഞ്ഞിട്ട്, പിന്നെ മൊറോക്കോവിലേക്ക് കയറിയിട്ട് മൊറോക്കോവിന്റെ മുൻപിലെത്തണം. എത്ര രാജ്യങ്ങൾ കിടക്കണം? സീനായ് മരുഭൂമിയിൽ നിന്ന് ആയിരക്കണക്കായ കിലോമീറ്റർ നടന്നു പോകുകയാണ് ഒരു മനുഷ്യൻ, സയ്യിദുനാ മൂസ. ഈ മനുഷ്യൻ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് എന്നെ ഖുർആനിൽ അത്ഭുതപ്പെടുത്തിയ വാക്കാണ്. എന്നാൽ യുഗങ്ങൾ. അതായത് ഒരാളെ എനിക്ക് കണ്ടുമുട്ടാനുണ്ട്, കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നൂറ്റാണ്ടുകൾ നടന്നു പോകും, എന്നാലും മടങ്ങി വരില്ല എന്നർത്ഥം. മനസ്സിലായില്ല? പോകുമ്പോൾ ഇസ്രായേലിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ പോവാണ്, ഞാൻ അന്വേഷിച്ചു പോവാണ്, ഒരാളെ അന്വേഷിച്ചു പോവാം. എങ്ങാനും ആ ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ യുഗങ്ങൾ ഞാൻ തീർന്നാലും ഇങ്ങോട്ട് നടക്കും, എനിക്ക് മടങ്ങി വരാൻ കഴിയില്ല, എനിക്ക് ആളെ കാണാതെ മടങ്ങി വരാൻ കഴിയില്ല എന്ന് പറയാം. യുഗങ്ങൾ, യുഗങ്ങൾ. ഇന്ന ജഹന്നമ കാനത് മിർസ്വാദൻ ലിത്വാഗീന മആബ ലാബിസീന ഫീഹാ അഹ്ഖാബ. യുഗങ്ങൾ, യുഗം. ഞാൻ യുഗങ്ങൾ നടന്നാലും, ഞാൻ വിട്ട് കിടന്നാലും ഞാൻ മടങ്ങി വരില്ല എന്ന് സയ്യിദുനാ മൂസ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്താണ് അതിന്റെ ഒരു കാര്യം? ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയാ പോകുന്നത്. ഈ ആൾ ആരാണ്? ഏത് നേരവും സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്ന ആളാണ് സയ്യിദുനാ മൂസ. മനുഷ്യന്മാർ, ഇതിനെല്ലാം ഒരു ഔട്ട്പുട്ട് ഉണ്ട്. മനുഷ്യന്മാരെ പോലത്തെ മനുഷ്യന്മാരെ കാണാതെ നന്നാവൂല. മനുഷ്യന്മാരെ പോലത്തെ മനുഷ്യന്മാരെ കാണുന്നതിന് പകരമാണ് മനുഷ്യന്മാരെ മറവ് ചെയ്ത മക്കബറകൾ കാണുന്നത്. ഇത് പരിഹാരമാണ്, ഒരളവോളം പരിഹാരമാണ്. ഞാൻ 2 വാക്ക് പറഞ്ഞു. മനുഷ്യന്മാരെ പോലത്തെ മനുഷ്യന്മാരെ കാണാതെ നന്നാവൂല. ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പരിഹാരം, മനുഷ്യന്മാരെ പോലത്തെ മനുഷ്യന്മാർ ഉറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി അവരെ കാണാം. ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന പ്രത്യേകത ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ. എങ്കിൽ ഇത്തരം മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? ആ അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങി വന്നിട്ടില്ലെങ്കിൽ നന്നാവില്ല. മോഡേൺ ഇസ്ലാം എന്ന് പറയുന്നത് ദീനിന് വിരുദ്ധാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത് ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. കേരളം മുഴുവനും ഇസ്ലാമിക ദഅവത്ത് ചെയ്തിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ തൃശ്ശൂർ കഴിഞ്ഞാൽ ചെരിപ്പൂരി കൈപിടിക്കുന്നതാണ്. ഓച്ചിറയിലെ ഉസ്താദിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആരാ മനുഷ്യൻ? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. മനസ്സിലായില്ല? ഓച്ചിറയിലാണ് ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ്. തൃശ്ശൂർ കയറി കഴിഞ്ഞാൽ, തൃശ്ശൂരിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെരുപ്പ് ഒരു കൈ പിടിക്കുന്ന ഉസ്താദിനെ സിയാറത്ത് ചെയ്യാൻ. ഉസ്താദ് എവിടെയാ? ഓച്ചിറ പള്ളിയുടെ പള്ളിപ്പറമ്പിലാണ്. ഓച്ചിറയിലേക്ക് സിയാറത്തിന് പോകുമ്പോൾ തൃശ്ശൂർ എത്തിയ കയ്യിൽ ചെരുപ്പൂരി കൈ പിടിക്കുന്ന ആര്? അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ആ മനുഷ്യന്റെ നാവിന്റെ പ്രഭയാണ് ഈ കേരളത്തിൽ ഇസ്ലാമിക ദഅവത്തിന് ഇത്രമേറെ വിശാലത ഉണ്ടാകാൻ ഒരു പ്രധാനപ്പെട്ട കാരണം. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ചിന്തിക്കുക, അതൊക്കെ വളരെ വലിയ സത്യമല്ലേ? അതൊക്കെ വളരെ വലിയ യാഥാർത്ഥ്യമല്ലേ? അപ്പൊ ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ ഈ പ്രഭാഷണം കൊണ്ട് ഹാജയെ പഠിപ്പിച്ചു തരാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ കഴിയൂ. അതിനെല്ലാവരും തയ്യാറാണ്. അതെല്ലാവരും മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെയുള്ള മഹാന്മാരെ കുറിച്ചുള്ള നല്ല ചിന്ത ഉണ്ടാകണം. അവരെ കുറിച്ച് നല്ലത് പറയുകയും നല്ലത് കേൾക്കുകയും അവരെ പറ്റി നല്ലത് മനസ്സിലാക്കുകയും വേണം. ചരിത്രത്തിൽ തസവുഫില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ഉയരാൻ കഴിയില്ല. തസവുഫാണ് കാര്യത്തിന്റെ മർമ്മം. കേരളം കണ്ട ഏറ്റവും വലിയ തസവുഫിന്റെ ആലിം, ബഹുമാനപ്പെട്ട തസവുഫ് ഒരു വിഷയമായിട്ട് അതിൽ പ്രത്യേകമായി ഡിഗ്രി എടുത്ത ഒരാളുണ്ടായിരുന്നു, കേരളത്തിന്റെ ഒരു മഹാനായ മനുഷ്യൻ. ആ മഹാനായ മനുഷ്യനാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു മഹാൻ. അറിയൂലേ ആര്? തസവുഫ് ഐച്ഛിക വിഷയമായി ഡിഗ്രി എടുത്തു സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ. തസവുഫ് ഡിഗ്രി, തസവുഫിനാ പഠിച്ചത്. അതാണ് എന്താണ് മനുഷ്യന്റെ ഗുണം? ഒരു ഭാവമാറ്റം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ അടുത്ത ദിവസം ഒരാൾ തങ്ങളോട് ഒരുപാട് കാലം സഹവസിച്ച ഒരാൾ പറഞ്ഞു, തങ്ങൾക്ക് ഭാവമാറ്റം കാണില്ല, മരിച്ചാലും ജീവിച്ചാലും പറഞ്ഞാലും എന്തിനും ഭാവമാറ്റില്ല, അത് ഉറപ്പാണ്. എന്ത് പ്രശ്നമാണെങ്കിലും. ഒരു പത്രം ഒരിക്കൽ തങ്ങളെ കുറിച്ച് കൊടുത്ത ഹെഡിങ് പ്രക്ഷോഭങ്ങൾക്കിടയിലും അക്ഷോഭ്യൻ എന്ന ഒരു വാക്കാണ്. പ്രക്ഷോഭങ്ങൾക്കിടയിലും അക്ഷോഭ്യൻ. അതിന് കാരണം തസവുഫാണ്. അത് ഉള്ളിലുള്ള ആ ഒരു ദർശനത്തിന്റെ ആഴാണ്. അത് കൽബിനോടും അവയവങ്ങളോടും കൂടിമുട്ടിയതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് സമയം കഴിയുന്നത് കൊണ്ട് ഞാനിങ്ങനെ പോയാൽ എൻ്റെ നാവം ഇങ്ങനെ നീണ്ടുപോകും. എനിക്ക് 1000 നാവുള്ള മൗനം എന്ന് പറഞ്ഞില്ലേ യൂസുഫ് അലി എന്നതുപോലെയാണ് ഈ വിഷയം പറയുമ്പോൾ എനിക്ക് 1000 നാവാണ്. കാരണം അങ്ങനെ നമ്മൾ നന്നാവും. നല്ലവരെ പറ്റി ചിന്തിച്ചാൽ നന്നാവും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇബ്നു അബ്ബാസ് എന്നൊരു മനുഷ്യൻ പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുക. ഈ മനുഷ്യൻ പറയാണ്, ഞാൻ എപ്പോഴും
ഞാൻ എപ്പോഴും സിദ്ദീഖിനോടും ഉമറിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെ ഞാൻ എപ്പോഴും മദ്ഹ് പറയും. ഒരു സദസ്സിൽ ഇരുന്ന സിദ്ദീഖിനെ പറയലും മദ്ഹ് ഉമറിനെ പറയലും എന്റെ രീതിയാണ് എന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് എന്ന്. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തിനാ വേറെ ഇവിടെ ആളില്ലേ? അപ്പോൾ പറഞ്ഞു, അവർ ഞാൻ ഇങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് റസൂല പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതിന്റെ ഇടയിൽ ഞാനും കയറി നിൽക്കാൻ വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. മനസ്സിലായില്ല? അവരെ പറ്റി പറഞ്ഞാല് അവരെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളെ ഒഴിവാക്കിയിട്ടൊന്നും അവർ പോവില്ലല്ലോ. ഞാൻ അതിന്റെ ഇടയിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പറ്റി മദ്ഹ് പറയുന്നത്. ആര്? അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ് എന്ന് പുണ്യ നബി പറഞ്ഞിട്ടുള്ള സയ്യിദുനാ ഇബ്നു അബ്ബാസ്. എടാ അതൊക്കെ അങ്ങോട്ട് പഠിക്കുക. ഞാൻ പറയുന്നത് നിങ്ങളോടാണ്, നിങ്ങൾ വിചാരിക്കരുത്. ഇതൊക്കെ എഴുതി തള്ളിയ കുറച്ച് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. തസവുഫില്ലാതെ ദീനുണ്ടാവില്ല, ഖൽബുണ്ടാവില്ല. തസവുഫില്ലാത്തവർ തോറ്റു പോകേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവരിങ്ങനെ അകല കൊക്കല എന്ന് പറയുന്നല്ലാതെ ഒരു വേദിയിൽ തോറ്റു പോകേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണം. ഞാനതൊന്നും നീട്ടി നിങ്ങളോട് വിശദീകരിച്ച് പറഞ്ഞില്ല. ഇന്ത്യയിലെ കേരളത്തിലെ ഒരു ഹൈന്ദവ താർക്കികൻ ഒരിക്കൽ എന്നോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹവുമായി തർക്കിച്ചിട്ടുള്ള ചില സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ട് കേരളത്തിലെ പ്രഗത്ഭനായ ഒരു ഹൈന്ദവ താർക്കികൻ എന്നോട് പറഞ്ഞു, തസവുഫ് അല്ലാത്ത മറ്റൊന്നിനെയും ഞങ്ങൾ ഹൈന്ദവ പണ്ഡിതന്മാർക്ക് ഭയമില്ല എന്ന് പറഞ്ഞു. ചില കാരണങ്ങളും ന്യായങ്ങളും അയാൾ പറയുകയും ചെയ്തു. തസവുഫിനെ മാത്രമേ ഞങ്ങൾക്ക് പേടിയുള്ളൂ. തസവുഫ് അല്ലാത്ത സത്യവുമാണ്, ദീനിന്റെ ആത്മാവ് ഞങ്ങൾ തസവുഫാണ്. ആ തസവുഫ് ഇല്ലാത്തവരെല്ലാം അതിന്റെ പല ആളുകളുടെ മുന്നിലും അള്ളാന്റെ ദീനിന്റെ വില കെടുത്തിട്ട് മടങ്ങിപ്പോണം. പരപ്പനങ്ങാടിക്കടുത്ത് യൂക്കലാനാഥനുമായി ഒരു വാദപ്രതിവാദം നടത്തി കേരളത്തിലെ ഒരു വലിയ താർക്കികൻ. ഒറ്റ വാക്കുകൊണ്ട് ഞാൻ അവിടുന്ന് ഓടുകയാണ്. അങ്ങനെ രാത്രി 12-1 മണിയായിട്ടും അള്ളാഹു ഉണ്ടെന്ന് സ്ഥാപിക്കാൻ താർക്കികന് കഴിഞ്ഞില്ല. പിന്നെ നാവ് ഏറി നിന്നത് യൂക്കലാനാഥന്റെ സഭ അങ്ങോട്ട് പിരിഞ്ഞു. പല ആളുകൾക്കും ഐഷ നിസ്കരിക്കണമെന്നും തോന്നിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പരപ്പനങ്ങാടിക്കാർ ഒരു സംഘം ആളുകൾ എന്നോട് പറഞ്ഞു, തർക്കിക്കാനൊന്നും വേണ്ടിയല്ല, അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം, ഉദ്യോഗസ്ഥന് വരണം. അതെന്തെന്ന് വെച്ചു, നമ്മളെ ആളുകൾക്ക് തന്നെ ചെറിയ ഒരു ഡൗട്ട് കുടുങ്ങിയിട്ടുണ്ട് എന്ന്. ഞാനൊരു ബാക്കി പറയുന്നില്ല. എന്ത്? അതായത് മഗ്‌രിബൊക്കെ നിസ്കരിച്ച് പോയ യൂക്കലാനാഥന്റെ പ്രസംഗം കേൾക്കാൻ പോയ ആളുകൾ എതിർക്കാനും ഒരാളുണ്ട് നമ്മളെ പക്ഷത്ത്. പക്ഷെ ആൾക്ക് കുഴപ്പമില്ലാണ്, തസവുഫില്ല, ആഴല്ല. മുഗൾ പരപ്പിലെ ഈ നേരെ ഡിക്ഷണറി എടുത്തിട്ട് ആയത്തിന് ഇങ്ങനെ അർത്ഥം വെച്ച് പായുന്ന പണിയാണ്. എന്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല. അവസാനം എന്തായെന്നറിയാം, മുസ്ലിമീങ്ങൾക്ക് തന്നെ കുറച്ചാളുകൾക്ക് തോന്നിപ്പോയി, അള്ളാഹ് ഇല്ല എന്ന് വരുമോ. അള്ളാഹു കാക്കട്ടെ, പ്രച്ചോനെ അള്ളാഹു നമ്മെ കാക്കട്ടെ, അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. നേരെ മറിച്ച് അതൊന്നുമല്ല, മുഹമ്മദ് എന്ന മനുഷ്യന്റെ കയ്യെ ഫുലാല കുത്താൻ വേണ്ടിയിട്ട് കഅബാലയത്തിന്റെ കില്ലകൾക്കിടയിൽ ഒരാൾ പുണ്യനബിയെ കുത്താൻ വേണ്ടി മറഞ്ഞു നിന്നു എന്ന് മക്ക ഫതഹ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം. പുണ്യനബി മക്കയെ താമസിക്കുന്ന ദിവസങ്ങളിൽ എന്തിന് ഇനി ഏതായാലും എതിരിട്ട് കൊല്ലാൻ കഴിയില്ല. യുദ്ധത്തിന് അത്ര വലിയ പ്രൗഢിയിലായിട്ടുണ്ട് മുഹമ്മദ് നബി മക്കയിലും പിടിച്ചടക്കി. അപ്പൊ ഇയാളിങ്ങനെ ഒതുങ്ങിയിട്ട് നിന്ന് തലേ ദിവസം റസൂലുള്ളാഹിന്റെ മുന്നിൽ. പിന്നെ അയാൾക്ക് നബിയെ ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന് തോന്നി. കൊല്ലാൻ വേണ്ടി കത്തിയും എടുത്തിട്ട് അയാൾ കഅബാലയത്തിന്റെ കില്ലകൾക്ക് ഓരോ തവണയും ഇങ്ങനെ വരുമ്പോൾ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാൻ കുത്താൻ കഴിയില്ല. 6 തവണ റസൂൽ തവാഫ് ചെയ്യുമ്പോഴാണ് കുത്താൻ ഒരുങ്ങിയത്. 6 തവണ കഴിഞ്ഞു. 7ാമത്തെ തവണ കുത്തിയിട്ടില്ലെങ്കിൽ ഊഴ നഷ്ടപ്പെടലെന്ന് വിചാരിച്ചിട്ട് 7ാമത്തെ തവണ ഞാനൊന്നും അങ്ങോട്ട് മുന്നോട്ടാനപ്പോൾ ഞാൻ എന്റെ കയ്യിൽ നിന്ന് വാള് വീണുപോയി. അപ്പോൾ അനക്കം കണ്ട റസൂലുള്ളാഹി ഓടി വന്നു. ഫുലാല എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കുറുള്ള ഞാൻ ദിക്ർ ചെല്ലാണ്. അപ്പൊ അങ്ങോട്ട് ചിരിച്ചു. ദിക്ർ ചെല്ലുന്നെ ആണോ എന്ന് ചോദിച്ചു. അതോടുകൂടെ എന്റെ കാറ്റ് പോയി. എനിക്ക് കൊല ഉറപ്പാ. കാരണം മക്കയിലെ ഛത്രാധിപതിയാണെന്ന് മുഹമ്മദ് നബി. മക്ക ഫതഹിന്റെ പിറ്റേ ദിവസം എന്താ ആ മനുഷ്യനെതിരെ പറയാൻ ഒരാളില്ല. ഞാൻ പേടിച്ച് പറിച്ചപ്പോൾ എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു. എന്റെ നെഞ്ചിൽ ഇങ്ങനെ ഒന്ന് കൈവച്ചെന്നു. ഞാൻ ആ കൈയുണ്ടെന്ന് വെച്ചപ്പോൾ 7 ആകാശത്തിന്റെ മേലെയും കണ്ടു. അപ്പോൾ ഞാൻ ആ കൽക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ പുറേക്ക് പായുന്നതിനിടയിൽ ഒരു വേശ്യപ്പെണ്ണുണ്ടായിരുന്നു. എൻ്റെ ഒരു പറ്റുകാരിയായ ഒരു വേശ്യപ്പെണ്ണുണ്ടായിരുന്നു. അവളടുത്തേക്ക് എൻ്റെ ഭാര്യയെ വെട്ടിച്ചിട്ട് ഞാൻ പോകാറുണ്ടായിരുന്നു. വഴിയിൽ അവളെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, ആ ഫുലാല താൽ നല്ലൊരു ഊഴമാണ് ഫുലാല, ഇന്നിൻ്റെ പതിവുകാരും വന്നിട്ടില്ല, ഇങ്ങോട്ട് വാ ഫുലാല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ വൃത്തിയോട്ടോളെ പടച്ചോൻ ഞാൻ നന്നാക്കി തരട്ടെ, എൻ്റെ തലേനടക്കെ പോയിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് ഭൂമിയും ആകാശവും സ്ഥലം അറിയാവണില്ല എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പെണ്ണുണ്ടായിട്ടുള്ളൂ, കയ്യൊന്ന് പിടിച്ചിട്ട് ഒന്നിങ്ങനെ വിളിച്ചു. കഴിഞ്ഞു, കലാസ്. അതിനിപ്പോ എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. അത് കണക്ഷൻ കൊടുക്കലാണ്. അതൊരു കണക്ഷൻ കൊടുക്കലാണ്. ഒറ്റ കണക്ഷൻ കഴിഞ്ഞ അങ്ങനെയാണ്.
ഞാൻ ഒരുപാട് ഹദീസ് പഠിച്ചിട്ടുണ്ട്, മറന്നു പോവാണ് നബി, പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ നീ കുറച്ച് ചവനപ്രാശം ഉണ്ടാക്കി കുടിച്ചോ എന്നല്ല മുഹമ്മദ് നബി പറഞ്ഞത്. ഹോബസുതരിതാക്കൻ എന്റെ വസ്ത്രം കൊണ്ട് വിരിക്കുന്നു, വിരിച്ച് റസൂൽ അത് കൂട്ടി പിടിച്ചിട്ട് ഒറ്റ പിടുത്തങ്ങൾ പിടിച്ചു, ഇവിടെ വെക്കുന്നതാണ്, ഇവിടെ വെച്ചു, ഇനി പോയിക്കോളും. പിന്നെ എന്റെ ജീവിതത്തിൽ ഒരു ഹദീസ് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് റസൂലുള്ള ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ വെച്ച ആ ഒരു തട്ടം ഞാൻ എന്റെ തട്ടം എടുത്തിട്ട് എന്റെ ഇവിടെ നിന്ന് വെച്ചിട്ടേ ഉള്ളൂ. അത്തരം മനുഷ്യന്മാരുടെ സ്ഥാനത്തിലേക്ക് ബദ്രീങ്ങൾ എന്നൊരു കൂട്ടരില്ലേ. ബദ്രീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു തെറ്റ് ചെയ്യാൻ ലൈസൻസ് കൊടുത്തവനെ ഒറ്റ വാക്ക് ഒരു ഹദീസ് ബുഖാരിയിൽ ഇങ്ങനെയാണ്. ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ അള്ളാഹു തആല ബദ്രീങ്ങളോട് പറഞ്ഞു, ഇഅ്മലു മാ ശിഅ്തും, ഇനി എന്ത് ചെയ്തോളും ഞാൻ നരകത്തിൽ ഇടൂല. ലൈസൻസ് നമ്മോടെങ്ങാനും അള്ള പറഞ്ഞതാണ്, ഒരു ദിവസം പറഞ്ഞാൽ ഒറ്റ ദിവസം പോരെ കടന്നുറങ്ങില്ല, ഞാൻ ബാക്കി പറഞ്ഞില്ല, ചെയ്തോളൂ, ഞാൻ എന്താണെങ്കിലും നിങ്ങൾ ശിക്ഷിക്കൂല. അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് ഒരു സഹാബി കുറ്റം പറഞ്ഞു. ബദരീങ്ങളിൽപ്പെട്ട ഒരു സഹാബി വേറൊരു സഹാബി ആക്ഷേപിച്ചിട്ടില്ല, ആക്ഷേപിക്കാൻ കൂടി. ആരാ കൂടി എന്നറിയോ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആരെ? ആയിഷ ബിബിയെയും സുഫ്വാൻ ഇബ്നു മുഅത്തലിനെയും കൂട്ടിയിട്ട് ഒരു അനാവശ്യം മുനാഫിഖീങ്ങൾ പറഞ്ഞു പരത്തിയപ്പോൾ ഒന്ന് കൂടി. അങ്ങനെ ഉണ്ടല്ലോ ചില വിഷയങ്ങൾ ആരോ പറഞ്ഞുണ്ടാക്കും, പിന്നെ കൂടെ എല്ലാവരും അങ്ങനത്തെ ഒരു ട്രെൻഡ് നമ്മൾ അന്നും ഇന്നും ഉണ്ട്. അങ്ങനെ പറയും, എന്താ പറയുന്ന ലൈസൻസ് ഒന്നുണ്ടല്ലോ, അങ്ങനെ പറയും. അങ്ങനത്തെ സുഖം നമ്മുടെ ഇടയിലുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയെയും സുഫ്വാൻ ഇബ്നു മുഅത്തലിനെയും കുറിച്ച് ആ അഭിപ്രായക്കേട് പറഞ്ഞുണ്ടാക്കി ഖുറൈശിലെ മുനാഫിഖീങ്ങൾ. ശ്രദ്ധിക്കണേ. അപ്പോൾ കൂടി മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഒരാൾ കൂടിപ്പോയി. ആര്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആർക്കെതിരെയുള്ള അഭിപ്രായത്തിലാണ് കൂടിയത്? സുഫ്വാനെതിരെയും ആയിഷക്കെതിരെയും റളിയല്ലാഹു അൻഹു. ആയിഷ ബീവി എന്ന ഹബീബായ നബിയുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന ശരീര, ആ ശരീരത്തിന് ആകാശഭൂമി എന്ന സ്ഥലം മതിയാവില്ല. അങ്ങനത്തെ ശരീര ആരുടേത്? ആയിഷ ബീവിയുടേത് റളിയല്ലാഹു അൻഹ. പിന്നെ സഫ്വാൻ എന്ന് പറഞ്ഞാൽ മലക്കൂത്ത് സമാവാത്തിൽ നിന്ന് അള്ളാഹു കബൂലാക്കിയ ആളുകളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് സഫ്വാൻ ബിൻ മുഅത്തൽ. കാരണം മിൻ അഹ്ലി ബദ്ർ. അഭിപ്രായക്കേട് പറയാൻ വേണ്ടി ഒന്ന് കൂടിപ്പോയി. ഉടനെ ആ സംഭവം തീരുമാനമായപ്പോൾ കണ്ണങ്ങോട് പൊട്ടി. ആരുടെ കണ്ണുപൊട്ടി? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുപൊട്ടി. മനസ്സിലായില്ല? ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ കണ്ണ് പൊട്ടി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് പൊട്ടി. ഹസ്സാൻ ആരാ? ഭയങ്കര മഹാനാ, പക്ഷെ കണ്ണുപൊട്ടി. കാരണം എന്തേ? കാരണം അത്രയും വലിയ സ്ഥാനമുള്ള ആളുകളാണ് അവരൊക്കെ. അള്ളാഹുവിന്റെ ലോകത്ത് വലിയ ഉന്നതര. അതിൽപ്പെട്ടതാ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു. സുബഹി നിസ്കരിച്ചാലും കുറച്ചു നേരം കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് യുദ്ധത്തിന് പോകുമ്പോൾ റസൂലുള്ള ബാക്കിലാക്കുന്നത്. സഫ്വാൻ കുറച്ചുകൂടെ കടന്നോട്ടെ എന്ന് വിചാരിച്ചത്. അങ്ങനെയാണ്. സഫ്വാന്റെ ഭാര്യ എന്ന് നബിയോട് വന്ന് പറയും, നബിയെ സഫ്വാനെ എത്ര ഇളക്കിയാലും അങ്ങോട്ട് ഇളകൂല, ഈ സുബഹിക്ക് എണീറ്റൊക്കെ കിട്ടാൻ വലിയ പാടാണ് എന്റെ സഫ്വാന്. ഭാര്യ വന്നിട്ട് നബിയോട് പറയും. അതുകൊണ്ട് സഫ്വാൻ സുബഹി നിസ്കരിച്ചാലും കുറച്ചു നേരം കിടക്കും. അങ്ങനെയാണ്. പക്ഷെ ആള് ഭയങ്കര ആളാ. ആരാ? അഹ്ലു ബദ്ർ. ഈ സഫ്വാനെ ആക്ഷേപിച്ചതിന്റെ പേരിൽ കണ്ണ് പൊട്ടിപ്പോയി. ആരുടെ കണ്ണ് പൊട്ടി? ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു. ഞാൻ വിശദീകരിക്കണില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെയൊക്കെയുള്ള ചില കോലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പിടിച്ചത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കരുത്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ബഹുമാനപ്പെട്ട ഖാജയുടെ ചരിത്രം പറയുകയാണ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ഉപ്പയുടെ പേര് റിയാസുദ്ദീൻ എന്നാണ്. റിയാസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഉമ്മയുടെ പേര് സയ്യിദ മാഹിനൂർ എന്നാണ്. പിതാവ് വലിയ പണ്ഡിതനായിരുന്നു, ആരിഫായിരുന്നു, സൂഫിയായിരുന്നു. അസല് അവര് സെഞ്ചരികളാണ്. പിന്നീട് അവര് ഖുറാസാനിലേക്ക് വന്നതാണ്. സെഞ്ചറിൽ ആഭ്യന്തര കലഹം ഉണ്ടായപ്പോൾ ഖുറാസാനിലേക്ക് വന്നു എന്നാണ് ചരിത്രം. ബഹുമാനപ്പെട്ടവരുടെ ജനനം ഹിജ്റ 530. ഹിജ്റ 530 ഖുറാസാനിൽ ജനിച്ചു. റജബ് 14 ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു ഹസൻ മുഈനുദ്ദീൻ എന്ന് പേരിട്ടു. ഹസൻ എന്നാണ് ഒറിജിനൽ പേര്. പിന്നെ മുഈനുദ്ദീൻ എന്ന് കൂടി കൂട്ടിയിട്ടു. ഹസൻ മുഈനുദ്ദീൻ എന്ന് പേര് ബാപ്പ വിളിക്കും. ബാപ്പ വലിയ ആബിദായിരുന്നു, വലിയ സൂഫിയായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ പിതൃ പരമ്പരയും മാതൃ പരമ്പരയും രണ്ടും മുസ്തഫ നബിയിലേക്ക് എത്തിച്ചേരും. പിതൃ പരമ്പര ഞാൻ ഓടിച്ചു വായിക്കാം, മാതൃ പരമ്പരയും ശ്രദ്ധിക്കുക. ഉപ്പയുടെ പേര് ഖാജ റിയാസുദ്ദീൻ, അവരുടെ ബാപ്പ സയ്യിദ് കമാലുദ്ദീൻ, അവരുടെ ബാപ്പ സയ്യിദ് അഹമ്മദ് ഹുസൈൻ, അവരുടെ ബാപ്പ സയ്യിദ് നജ്മുദ്ദീൻ, അവരുടെ ബാപ്പ സയ്യിദ് ത്വാഹിർ, അവരുടെ ബാപ്പ സയ്യിദ് അബ്ദുൽ അസീസ്, അവരുടെ ബാപ്പ സയ്യിദ് ഇബ്രാഹിം, അവരുടെ ബാപ്പ സയ്യിദ് ഇദ്രീസ്, അവരുടെ ബാപ്പ സയ്യിദ് മൂസൽ കാളിം റളിയല്ലാഹു അൻഹു.
അവരുടെ വാപ്പ ഭയങ്കര മഹാനാണ്. അല്ലാഹു തആല ആ മഹാനോടുകൂടെ ഫിർദൗസിൽ കൂടെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭയങ്കര മഹാനാണ്. അവരുടെ ബാപ്പ കൂഫയിലാണ്, അവരുടെ ഖബർ ഇറാഖിലാണ്, കൂഫയിലാണ്. അല്ലാഹു തആല അതൊക്കെ പോയി കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇറാഖിന് അല്ലാഹു തആല സമാധാനപൂർണ്ണമായ ഒരു ഭാവി നൽകട്ടെ. അവരുടെ ബാപ്പ ബഹുമാനപ്പെട്ട ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ ബാപ്പ സയ്യിദ് മുഹമ്മദ് ബാഖറാണ്. അവരുടെ ബാപ്പ ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ അബിദീൻ, അവരുടെ ബാപ്പ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 12ാമത്തെ പൗത്രനാണ് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു. മാതാവഴിയുടെ പരമ്പരയും ബഹുമാനപ്പെട്ട മറ്റൊരു വഴിയിൽ ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എത്തിച്ചേരും. മാതാവിന്റെ പേര് സയ്യിദ മാഹിനൂർ. അവരുടെ പിതാവ് സയ്യിദ് ദാവൂദ്, അവരുടെ പിതാവ് സയ്യിദ് അബ്ദുള്ള ഹംബലി, അവരുടെ പിതാവ് സയ്യിദ് യഹ്യ സാഹിദ്, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് മുഖദ്ദിസ്, അവരുടെ പിതാവ് സയ്യിദ് ദാവൂദ്, അവരുടെ പിതാവ് മൂസൽ ജൗനി, അവരുടെ പിതാവ് അബ്ദുല്ലാഹിൽ മഹദി, അവരുടെ പിതാവ് ഹസനുൽ മുസന്ന, അവരുടെ പിതാവ് ബഹുമാനപ്പെട്ട സയ്യിദ്ന ഇമാം അലി റളിയല്ലാഹു അൻഹു. ഇമാം അലി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ ബീബി അല്ലാത്തവരിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട ഹസൻ മുസന്ന റളിയല്ലാഹു അൻഹു. അവർ വഴിയിലേക്ക് എത്തിച്ചേരും ബഹുമാനപ്പെട്ട ഉമ്മ വഴി. ഉമ്മയുടെ പേര് സയ്യിദ മാഹിനൂർ എന്ന്. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിന്റെ ഏറ്റവും ഗൗരവമായ കാര്യം അവരുടെ 14ാമത്തെ വയസ്സിലാണ്. 14ാമത്തെ വയസ്സിൽ 15 എന്നും ചില താരീഖുകളിൽ കാണുന്നുണ്ട്. അവരുടെ പിതാവ് മരണപ്പെട്ടു, ബഹുമാനപ്പെട്ട റിയാസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഒരൊറ്റ കൊല്ലം കഴിഞ്ഞപ്പോൾ 15 അല്ലെങ്കിൽ 16ാമത്തെ വയസ്സിൽ അവരുടെ ഉമ്മാമ്മ സയ്യിദ മാഹിനൂർ അവർ വഫാത്തായി. അതായത് തികച്ചും യതീമായി ചെറുപ്പത്തിൽ തന്നെ. ഖുറാസാനിൽ ഒരു തോട്ടമുണ്ടായിരുന്നു. ആകെ ബാപ്പയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു തോട്ടയിൽ. ആ തോട്ടത്തിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് ജീവിച്ചു ബഹുമാനപ്പെട്ടവർ. ശ്രദ്ധിക്കണേ, ഞാനിങ്ങനെ പറയാണ്, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ ഉദ്ധരിച്ച് ഓടിപ്പോവാൻ ആരും മറക്കരുത്. അള്ളാഹു ഇതൊരു പ്രധാനപ്പെട്ട റഫറൻസ് ആക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഒരു ഉമ്മയും ബാപ്പയും മരിച്ചു 14 അല്ലെങ്കിൽ 15 വയസ്സുകളിൽ. ഒരു കൊല്ലത്തിന് മുമ്പ് ഉമ്മ മരിച്ചു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ബാപ്പ മരിച്ചു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഉമ്മ മരിച്ചു. പൂർണ്ണ ഏകനായി ബഹുമാനപ്പെട്ട യതീമായി, എല്ലാ നിലക്കും യതീമായി ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ഹസൻ മുഈനുദ്ദീൻ എന്ന് പറഞ്ഞ മഹാനവർഗ്ഗം. അങ്ങനെ ബഹുമാനപ്പെട്ടവര് ഈ ഉപ്പയുടെ തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ ഇങ്ങനെ അധ്വാനിക്കും. പഴങ്ങളുണ്ട്, ആ പഴങ്ങളൊക്കെ ഖുറാസാനിൽ കൊണ്ടുപോയി വിൽക്കും, തോട്ടത്തിൽ അധ്വാനിക്കും. അങ്ങനെ ജീവിക്കും. തന്റെ കുഞ്ഞുനാളാണ്, അതായത് ബാല്യ കൗമാരത്തിന്റെ ഒക്കെ ആ ഒരു സമയമാണ്. വലിയ കാര്യങ്ങളൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല. ആ സമയത്ത് ഒരു മനുഷ്യൻ ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് വരികയാണ്. ആ മഹാന് ഒരു വഴിപോക്കൻ വരികയാണ്. ആ മഹാന്റെ പേരാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖന്ദൂസി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മനുഷ്യനാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിന്റെ വഴിത്തിരിവിന്റെ ഏറ്റവും വലിയ നിമിത്തം. ഇബ്രാഹിമുൽ ഖന്ദൂസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വലിയ മജ്ദൂബായിരുന്നു. വളരെ അള്ളാഹുവിന്റെ ഇഷ്ക് കൊണ്ട് ലോകത്തെ മറന്നുപോയ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖന്ദൂസി റഹ്മത്തുള്ളാഹി അലൈഹി. വഴിപോക്കനായി വന്നപ്പോൾ, ശ്രദ്ധിക്കണില്ലേ, വഴിപോക്കനായി വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ തോട്ടത്തിലേക്ക് സ്വീകരിച്ചിട്ട് ബഹുമാനപ്പെട്ടവർക്ക് ഒരു കൊല ഈത്തപ്പഴം കൊടുത്തു. ആ ഈത്തപ്പഴമൊക്കെ കഴിച്ച് വളരെ സന്തോഷിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖന്ദൂസി റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് ചെയ്തു? തന്റെ ഭാണ്ഡക്കെട്ട് തുറന്നിട്ട് ഒരു ഉണങ്ങിയ റൊട്ടി കഷ്ണം എടുത്തു. ആ റൊട്ടി കഷ്ണം എടുത്തിട്ട് ബഹുമാനപ്പെട്ടവര് തന്റെ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? തന്റെ ഇബ്രാഹിമുൽ ഖന്ദൂസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഭാണ്ഡക്കെട്ടുന്ന ഒരു ഉണങ്ങിയ റൊട്ടി കഷ്ണം എടുത്തു. ആ റൊട്ടി കഷ്ണം എടുത്തിട്ട് അങ്ങോട്ട് ചവച്ചിട്ട് നേരെ കൊടുത്തു. അത് കഴിച്ചപ്പോഴത്തിന് ആ വയറ്റിലെത്തിയപ്പോഴത്തിന് ബഹുമാനപ്പെട്ടവർക്ക് സുഹൃദ് അനുഭവപ്പെട്ടു. അതോടുകൂടെ സാഹിദായി. പിന്നെ ദുനിയാവ് വേണ്ട. പിറ്റേന്ന് രാവിലെ വഖഫായി എഴുതി വെച്ചു, ഈ തോട്ടം നാട്ടിലെ ഫുഖറാ മസാക്കീൻ എന്നിട്ട് നാട് വിട്ടു. ഖുറാസാനിൽ വെച്ച് തന്നെ ഖുർആൻ മനപ്പാഠമാക്കി. പിന്നെ ബുഖാറയിലേക്ക്, റഷ്യയിലേക്ക് പോയി. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയണം, ഭയങ്കര ആളാണ്. അല്ലാഹു ആ വലിയ മനുഷ്യന്റെ കൂട്ടത്തിൽ ഫിർദൗസിൽ കൂടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.